ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. ഒരു തേങ്ങ അരച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇതിനു മുൻപ് ഞാൻ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള മീൻ കറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് മീനൊക്കെ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അരമുറി തേങ്ങയിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 2-3 ചുവന്നുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, കുടംപുളി, മീൻ, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് നമുക്ക് മീൻ കറി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ അരപ്പ് ആദ്യം തയ്യാറാക്കിയെടുക്കുക. തേങ്ങയും പൊടികളും ചുവന്നുള്ളിയും കൂടി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ച് മാറ്റിയതിന് ശേഷം ഈ അരപ്പും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, ഇഞ്ചി, പച്ചമുളക്, ആ കൂട്ടുകളും എല്ലാം കൂടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കണം. അതാണ് ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക്. പിന്നെ കുടംപുളി ഞാൻ നേരത്തെ ആവശ്യത്തിന് വേണ്ട പുളി എത്രത്തോളം വേണം അതിനാവശ്യമായ കുടംപുളി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടിയും ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു കളറും ഒരു സ്മെല്ലും ഒക്കെ വരും കേട്ടോ കറിക്ക്. ഈ ഇഞ്ചി പച്ചമുളക് കരിയുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി ഒരു 2-2.25 സ്പൂണ്, മല്ലിപ്പൊടി 1.25 കഷ്ടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും പൊടികളൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് ഇടയ്ക്കിടാറുണ്ട്, പാട്ടുകൾ ഇടാറുണ്ട്, പ്ലേലിസ്റ്റുകൾ കുറച്ചുണ്ട്, ട്രാവൽ വ്ളോഗ്സ് ഇടാറുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ കയറി നോക്കുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ലൈക്കൊക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അതേ ആ അരപ്പ് നന്നായി തിളച്ച് വന്നപ്പോൾ ഞാൻ എൻ്റെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നമ്മൾക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവാൻ അനുവദിക്കുക. വെന്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഒന്ന് വറവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും. അത് നമുക്ക് ടേസ്റ്റ് കൂട്ടും. നമ്മുടെ കറികളുടെയൊക്കെ ഇങ്ങനത്തെ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ ഉള്ളി അരിഞ്ഞ് വറുത്തിടുമ്പം നമുക്ക് ടേസ്റ്റ് കൂടും. അപ്പം അതിൽ ഉലുവ, കടുക് ഒക്കെ നമ്മുടെ യഥേഷ്ടം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പ്, പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാം. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കറികളൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതൽ. കാരണം അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ അതേ ഞാൻ വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഞാനതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. മീൻ കറിക്കൊക്കെ ഉലുവ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളി, കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് മീൻ കറിയൊക്കെ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ്, ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.